ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൃഷ്ണ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കിഡിലൻ ബീഫ് ഫ്രൈ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് അതുപോലെ ഈസി ആയിട്ട് എങ്ങനെ ബീഫ് ഫ്രൈ ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് കാണാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് അത്യാവശ്യം ചെറുതാക്കി നുറുക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം കുറച്ച് ഒരു 10-15ഓളം ഉള്ളി കുഞ്ഞായിട്ട് നുറുക്കിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ നാളികേര കുത്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുക്കറിലേക്ക് ഈ ബീഫ് എല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് വെച്ചതും ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മസാലപ്പൊടിയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് പിടിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്ത് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതൊരു 3 വിസിലോളം നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് വെന്ത് പോരുത്, നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളതാണല്ലോ. അപ്പോൾ വെന്ത് പോവാതെ എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ 3 വിസിലാണ് അടിച്ചത്. ഇനി നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് നാളികേര കുത്തി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയിട്ട് അതൊരു ചെറിയൊരു ഗോൾഡൻ കളറാവുന്ന വരെ നമുക്കതൊന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് മൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാനിലേക്ക് ഈ നമ്മുടെ വെന്ത ബീഫ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ഒരു രൂപത്തിലാണ് ഉണ്ടാവുക. ഇത് നന്നായിട്ട് മൂടി വയ്ക്കാതെ നന്നായിട്ട് ഇളക്കി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി അതൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ. അപ്പോൾ ഏകദേശം അതിലത്തെ വെള്ളം എല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആവാണ്ട് കുറച്ച് നേരം കൂടി ഇതുപോലെ ഇങ്ങനെ വെച്ച് ഇളക്കിക്കൊണ്ട് അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബീഫ് ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.